ഈ പാലക്കാട് എലപ്പുള്ളിയിലെ വൻകിട മദ്യനിർമ്മാണശാലയെ എതിർക്കുന്ന CPIയെ അനുനയിപ്പിക്കാൻ CPM നീക്കം തുടങ്ങി. നെൽവയൽ തണ്ണീർത്തട നിയമം അടക്കമുള്ളവ പാലിച്ചു മാത്രമേ പദ്ധതിക്ക് അന്തിമ അനുമതി നൽകുമെന്ന് CPM അറിയിക്കും. ഉന്നയിച്ച വിഷയങ്ങളിൽ ഉറപ്പ് ലഭിച്ചാൽ എതിർപ്പ് തുടരേണ്ടതില്ല എന്ന അഭിപ്രായമുള്ള ചില ആളുകൾ പാർട്ടിയിലുണ്ട് താനും. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരം തത്സമയം ചേരുന്നു. ഉമേഷ്, ഗുഡ് മോർണിംഗ്. CPI അല്ലെങ്കിലും എതിർപ്പ് കടുപ്പിച്ചാലും ആ എതിർപ്പില്ലാതാകുമെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ കഴിഞ്ഞകാല പ്രവർത്തനം വിലയിരുത്തിയിട്ടാണ് ആളത് പറയുന്നത്. അപ്പോൾ പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SKN. എന്തായാലും കഴിഞ്ഞ ദിവസം സത്യൻ മുഖേരി ജനയുഗത്തിൽ തന്നെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി. അതായത് പദ്ധതി ഉപേക്ഷിക്കണമെന്നുള്ള സന്ദേശം നൽകിക്കൊണ്ട് ലേഖനം എഴുതിയിരുന്നു. സ്വാഭാവികമായി CPI എതിർപ്പ് കടുക്കും എന്നുള്ള ഒരു മുൻധാരണ ഇപ്പോൾ CPMനുണ്ട്. മറ്റ് പ്രതിപക്ഷമടക്കം ഈ പ്രതിഷേധവുമായി രംഗത്തെത്തിയാലും അവയൊന്നും പരിഗണിക്കാതെ തന്നെ മുന്നോട്ട് പോയി പദ്ധതി നടപ്പാക്കുമെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞെങ്കിലും CPIയുടെ എതിർപ്പ്, പ്രത്യേകിച്ച് മുന്നണിയിലെ രണ്ടാം പാർട്ടിയായ CPIയുടെ എതിർപ്പ്, അത് പരിഹരിക്കാതെ മുന്നോട്ട് പോകാനാകില്ല. അത് CPMന് കൃത്യമായി അറിയാം. ഈ സാഹചര്യത്തിൽ സർക്കാരും CPMും CPIയുടെ ആശങ്കകൾ പരിഹരിക്കാൻ മുന്നോട്ടിറങ്ങും. പ്രധാനമായി സർക്കാർ തലത്തിൽ മന്ത്രി MP രാജേഷിന് തന്നെ ഇതിന്റെ ചുമതല നൽകും. CPM നേതൃത്വവും CPI നേതാക്കളെ കണ്ട് അനുനയിപ്പിക്കും. പ്രധാനമായി CPI മുന്നോട്ട് വയ്ക്കുന്ന ആശങ്ക ഒന്ന് കുടിവെള്ള പ്രശ്നമാണ്. പ്രദേശത്തെ കുടിവെള്ള പ്രശ്നം. അതുകൊണ്ട് തന്നെ കുടിവെള്ളത്തെ ബാധിക്കാതെ, ഭൂഗർഭജലത്തെ ബാധിക്കാതെ ഏത് രീതിയിൽ പദ്ധതി നടത്തിപ്പിന് അനുമതി നൽകും, ആ കാര്യം CPM കൃത്യമായി CPIയെ ധരിപ്പിക്കും. കുടിവെള്ളത്തെ ബാധിക്കില്ല. ഒപ്പം ഇത് പ്രാഥമിക അനുമതി മാത്രമാണ്. തണ്ണീർത്തട നിയമലംഘനം ഉൾപ്പെടെ നടക്കില്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ അന്തിമ അനുമതി പദ്ധതിക്ക് നൽകുകയുള്ളൂ എന്ന കാര്യവും CPI നേതാക്കളെ ധരിപ്പിക്കും. ഇത്തരത്തിൽ CPIയുടെ എതിർപ്പ് പൂർണ്ണമായി ഒഴിവാക്കിയ ശേഷം മാത്രമായിരിക്കും പദ്ധതിക്ക് അന്തിമ അനുമതിയിലേക്ക് നീങ്ങുക. എന്തായാലും CPIയും ഇക്കാര്യത്തിൽ ഒരു ധാരണയിലെത്തിയിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിൽ തങ്ങൾ ഉന്നയിച്ച ആശങ്കകൾ അത് പൂർണ്ണമായി പരിഹരിക്കുമെന്ന് CPM നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു ഉറപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ കൂടുതൽ എതിർപ്പുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ളതാണ് CPIയുടെയും തീരുമാനം. അതുകൊണ്ട് തന്നെ ഇത് രമ്യമായി CPIയുടെ എതിർപ്പ് പരിഹരിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. SKN. ഓക്കെ, താങ്ക് യു ഉമേഷ് ബാലകൃഷ്ണൻ.